വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിരുന്ന കൊച്ചിയിലെ ഷൺമുഖം റോഡിൽ നഗരവാസികൾ ഒത്തുകൂടി. കാൽനടയായും സൈക്കിളിലേറിയും അവർ തെരുവുത്സവത്തിന്റെ ഭാഗമായി. രാവിലെ 6 മുതൽ 10 വരെ റോഡിന്റെ ഒരു വശത്തുകൂടിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് കൊച്ചി പ്രഥമ തെരുവുത്സവം കൊണ്ടാടിയത്. ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിൽ ഇതിനകം അരങ്ങേറിയിട്ടുള്ള രാഹിരി ഉത്സവം തെരുവുത്സവവുമായി കൊച്ചിയിൽ അവതരിപ്പിച്ചത് KMRL-ഉം ജില്ലാ ഭരണകൂടവും ചേർന്നാണ്. നൃത്തമാടിയും വ്യായാമമുറകൾ ചെയ്തും തെരുവുത്സവത്തിന്റെ ഭാഗമാകാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരെത്തി. നേരത്തെ ജില്ലാ കളക്ടർ MG രാജമാണിക്യം തെരുവുത്സവം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം നിവിൻ പോളി മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ റോഡ്സ് എന്താണ് പറയുക, വണ്ടികൾ ഓടിക്കാൻ മാത്രമുള്ളതല്ല, നമുക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ പല ആക്ടിവിറ്റീസും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണത് രാഹഗിരി. ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, സൈക്ലിംഗ്, സ്കേറ്റിംഗ്, അങ്ങനെ എല്ലാത്തിനും ഈ സ്ട്രീറ്റ്സ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഫൺ റൺ ഫ്ലാഗ് ഓഫോടെ തെരുവുത്സവത്തിന് തുടക്കമായി. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജർ ടെറി ഹലാന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ഡ്രിബ്ലിംഗും ഫുട്ബോൾ മത്സരവും ഒരുക്കിയിരുന്നു. പ്രമേഹ രോഗ നിർണയം, വോട്ടവകാശ ബോധവൽക്കരണം മുതലായവയും തെരുവുത്സവത്തിന്റെ ഭാഗമായി നടന്നു. വാഹനങ്ങളുടെ മുരൾച്ചയില്ലാത്ത നഗരവീതിയിൽ നടന്നും നൃത്തമാടിയും വ്യായാമമുറകൾ ചെയ്തും തെരുവുത്സവം കൊച്ചിക്ക് സമ്മാനിച്ചത് പുതിയ അനുഭവം. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം പ്രേംലാൽ, മീഡിയ 1, കൊച്ചി.